പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പാവയ്ക്ക കറിയാണ് കേട്ടോ. ഒരു സ്പെഷ്യൽ പാവയ്ക്ക കറിയാണ് നമ്മൾ തേങ്ങ ചേർക്കാതെ തയ്യാറാക്കിയിരിക്കുന്നത്. ഒട്ടും തന്നെ കയ്പില്ലാത്തതുകൊണ്ട് ആർക്കും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പാവയ്ക്ക കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 2 പാവയ്ക്കാണ് എടുത്തിരിക്കുന്നത്. അത് ഒന്ന് തീരെ നൈസായിട്ട് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് 2 പഴുത്ത തക്കാളി, 4 പച്ചമുളക്, അതും അരിഞ്ഞൊന്ന് മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് ചുവന്നുള്ളി കുറച്ചേറെ ഇരുന്നാലും കറിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ സവാള ചേർക്കുന്നതിനെക്കാട്ടും കൂടുതൽ നല്ലത് ഈ കറിക്ക് ഈ ചുവന്നുള്ളി തന്നെ ചേർക്കുന്നതാണ്. അതൊന്ന് അരിഞ്ഞെടുത്ത് വെക്കാം. കൂടെ ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കറി വെക്കാനുള്ള ചട്ടി ചൂടായ ശേഷം നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പാവയ്ക്ക ഒന്ന് വറുത്തെടുക്കണം. എണ്ണ നല്ലവണ്ണം ചൂടായ ശേഷം നമുക്കിതിലേക്ക് പാവയ്ക്ക ഇട്ട് കൊടുക്കാം. പാവയ്ക്ക ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലോട്ട് ആക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടിത് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ പാവയ്ക്കയിലെ വെള്ളമെല്ലാം വറ്റി ഒന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട്. ഇനി പെട്ടെന്ന് അങ്ങ് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഈ സമയം ഫ്ലെയിം നന്നായിട്ട് കൂട്ടിയിട്ട് പെട്ടെന്ന് നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ പാവയ്ക്കയെല്ലാം ഒരു ലൈറ്റ് ബ്രൗൺ നിറത്തിൽ നല്ല മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്നതെല്ലാം കോരി മാറ്റിയ ശേഷം ബാക്കി വന്ന എണ്ണയിൽ നമുക്ക് കറി വെക്കാൻ തുടങ്ങാം. അപ്പോൾ അഡീഷണൽ പിന്നെ നമുക്ക് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ആവശ്യത്തിന് എണ്ണയുണ്ട് കറി വെക്കാൻ. ഇതിലേക്ക് ആദ്യം 1 ടീസ്പൂണ് കടുക്, ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം, ഇത് രണ്ടും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വന്ന ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഈ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റിയ പകുതി ഒന്ന് വേവാകുന്ന സമയത്ത് ബാക്കി ഐറ്റംസ് എല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയം കുറച്ച് പുളി നമുക്ക് വെള്ളത്തിയിടാം. പിഴുപുളി, അത് ഒരു ചെറിയൊരു നാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളിയാണ് ഇപ്പോൾ വെള്ളത്തിയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഉള്ളിയെല്ലാം പകുതി ഒന്ന് വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളിയും പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ട് വെന്തുടയുന്ന രീതിയിൽ നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് ഉള്ളിയായിട്ട് ചേർന്നിട്ടുണ്ട്. എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞും വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറണം കേട്ടോ, അല്ലെങ്കിൽ കറിക്ക് ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത മസാലപ്പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ച പാവയ്ക്കയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. കാരണം ഈ പുളി ഈ മസാലയ്ക്കകത്തോട്ടും അതേപോലെ നമ്മുടെ പാവയ്ക്കയിലോട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ പുളി പാവയ്ക്കയിലോട്ട് പിടിക്കുമ്പോൾ തന്നെ ഒട്ടും തന്നെ കയ്പറിയത്തില്ല കേട്ടോ. ഏത് കൊച്ചു കുട്ടികൾക്കും കൊടുക്കാം. അവർ കയ്പറിയത്തേയില്ല. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടി. അപ്പം എൻ്റെ പിള്ളേരായാലും പാവയ്ക്ക ഇതേപോലെ കറി വെച്ചാൽ കൂട്ടിക്കുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ചാറിന് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കരുത്, കറിയുടെ ടേസ്റ്റ് പോവും. അപ്പോൾ ഒരു പരുവത്തിന് നമുക്കറിയാമല്ലോ, ഒരു പരുവത്തിന് വേണം ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ഒരു ചെറിയ കഷ്ണം കായവും കൂടെ ചേർക്കുന്നുണ്ട്. പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതൊന്ന് തിളപ്പിക്കാൻ വെക്കാം. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും തന്നെ കയ്പില്ലാത്ത അതേപോലെ തേങ്ങയും ചേർക്കേണ്ടാത്ത നല്ലൊരു പാവയ്ക്ക കറിയാണ് കേട്ടോ. എല്ലാവരും തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു വരുന്നത് കേട്ടോ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.